ഹേ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ്. പതിവിലും കുറച്ച് നേരത്തെ ഞാൻ എണീച്ചിട്ടുണ്ട്. 7:30 എന്നുള്ളത് ഒരു 7 മണിക്കൊക്കെ ഞാൻ എണീച്ചു. അപ്പോൾ എണീച്ച പാടെ ഞാൻ നേരെ പുറത്തേക്കാട്ടോ വന്നത്. തലേദിവസം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മഴ ഉള്ളതുകൊണ്ട് രാവിലെ നല്ല തണുപ്പും ഒരു മണ്ണിൻ്റെ മണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ പുറത്ത് കുറച്ച് നേരത്തൊക്കെ ഒന്ന് ആസ്വദിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ ഗേറ്റിൽ എന്തോ ഒരു നോട്ടീസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തുകൊണ്ട് ഒന്ന് കാര്യമായിട്ട് ഞാനത് വായിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് കുറച്ച് നേരം അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്ന് ഞാൻ കിച്ചണിൽ പോയപ്പോൾ തലേദിവസത്തെ എന്തൊക്കെ ചൂടാക്കാനുണ്ട് എന്നുള്ളതൊക്കെ നോക്കി. ഇത് ഇന്നലെ രാത്രി കൊടുന്ന ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തി അതൊന്ന് ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതേ ഞാൻ കുക്കറിൽ അരി ഇടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ അതായത് കോവയ്ക്കാണ് കേട്ടോ ഒന്ന് ഉപ്പേരി. അപ്പോൾ അതേ കുക്കർ അടുപ്പത്ത് വെച്ചു. തലേദിവസം ചോറ് ഇതാ ചൂടാക്കി. പിന്നെ അതേ കോവയ്ക്ക ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടാണ് കേട്ടോ അച്ഛൻ നീളത്തിലരിഞ്ഞ് ഉപ്പേരി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ചെയ്യുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ കുത്തുമുളക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പൊടിച്ചത്. അപ്പോൾ അത് പൊടിച്ചു. ഉള്ളിയൊക്കെ മൂപ്പിച്ച് ഉപ്പേരി കാച്ചാനുള്ള കാര്യങ്ങൾ തുടങ്ങി. ഉള്ളിയും മുളകും ഒക്കെ മൂപ്പിച്ചതിന് ശേഷം കോവയ്ക്ക് അതിലിട്ട് നന്നായി ഇളക്കി അതങ്ങോട്ട് അവിടെ അടച്ചു വെച്ചു. പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയിട്ടോ. അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ കുക്കർ ഏതാണ്ട് വിസിലൊക്കെ ആ സമയത്ത് വന്നു. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കി. അപ്പോഴത്തേനും അടുപ്പത്ത് വറുത്തരച്ച ചിക്കൻ കറിയും നമ്മുടെ ചപ്പാത്തി ചൂടാക്കാൻ എനിക്കുള്ള കാപ്പിക്കുള്ളതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി ചുട്ടത് ഞാൻ വേഗം കഴിച്ചു കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈ ആയി പോകും. ആ ടൈമിൽ ഞാൻ അവിടെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേഗം കയറ്റി വെച്ചതിന് ശേഷം ഞാൻ നേരെ കഞ്ഞിയും കാര്യങ്ങളും ഉപ്പേരിയൊക്കെ അവർക്കുള്ളതെല്ലാം സെറ്റായി. ഞാൻ നേരെ ഹാളിൽ വന്നിട്ട് ഇതാ കഴിക്കുകയാണ്. നേരെ റൂമിലേക്ക് വന്നപ്പോൾ നേതു ഭയങ്കരമായിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ അവനെ വേഗം എണീപ്പിച്ച് അവന് ചെറിയ ചുമയുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ ഞാൻ റെഡിയായി അവനെ റെഡിയാക്കിയത് നേരെ ഞങ്ങൾ ഊബറൊക്കെ വിളിച്ചിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ സ്കറിയ ഡോക്ടറെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഊബർ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ വേഗം തന്നെ എത്തി. അപ്പോൾ എത്തിയ പാടെ ഇക്കച്ചിക്കുള്ള കാപ്പിയും നേതുവിനുള്ള ഫുഡുമായിട്ട് ഞാൻ റൂമിലേക്ക് പോയി. അപ്പോൾ നേതുവിനെ വിളിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ചെയ്യുന്നത്, ഭക്ഷണം കൊടുക്കാനായിട്ട്. അപ്പോൾ അവൻ എന്തെങ്കിലും വയ്യാതെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒട്ടും അവൻ ഫുഡ് കഴിക്കില്ല. അപ്പോൾ അവനതാ ഞാൻ ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇപ്പോൾ അവന് ഫുഡ് കൊടുക്കുന്നത്. കാരണം വയ്യാതായ കൊച്ചൊന്നും തന്നെ കഴിക്കില്ല. എല്ലാ മക്കളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ ആ ഡ്രസ്സൊക്കെ ഉരിപ്പിച്ചില്ലെങ്കിൽ ആ ഡ്രസ്സൊക്കെ അവൻ ആകെ മെസ്സിയാക്കും ഗൈസ്. അപ്പോൾ അവനോട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് പാട്ടൊക്കെ പാടി അവനോട് ഇങ്ങനെ കളിച്ചിട്ടൊക്കെയാണ് ഞാൻ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ വിളിച്ചു കൊടുത്തൊന്നും വരില്ല. അതിൻ്റെ ഇടയിൽ ക്യാമറ ഒക്കെ പോയി തള്ളിയിട്ട് പിന്നെ പാട്ട് പാടുന്നുണ്ട് കേട്ടോ അവൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ പാടി വളരെ കുറച്ച് ഭക്ഷണം കഴിച്ചു. എല്ലാം ഹറിബറി ആയിട്ടാണ് ഞാൻ ചെയ്യണതൊക്കെ. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ അത് ഇത്ര തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവനെ കൊണ്ട് ഞാൻ ഡോക്ടർ അതിൻ്റെ ഇടയിൽ വേദു എണീച്ചു. ഇനി എനിക്ക് വേദുവിൻ്റെ കാര്യങ്ങളും കൂടി ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. ഇവൻ്റെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി വേദുവിൻ്റെ കാര്യങ്ങൾ തുടങ്ങാൻ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ.